ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതാ ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ മത്സരാർത്ഥികൾ പലരും പറയുന്ന കാര്യമാണ് ജിൻഡോ അവിടെ കാണിച്ചത് മണ്ടത്തരമാണ് എന്ന രീതിയിൽ അവിടെ സംസാരമുണ്ട്. ഏതാ ജിൻഡോ കാണിച്ചത് മണ്ടത്തരമാണോ അതോ നല്ലൊരു ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് നിലയിൽ മുമ്പിൽ നിന്നുകൊണ്ടിരുന്ന ജാസ്മിനെ അവിടെ തകർക്കാൻ ജിൻഡോ കൊണ്ട് കഴിഞ്ഞു. ജാസ്മിന്റെ കട്ട എല്ലാം എടുത്തുകൊണ്ടിട്ടിട്ട് ജാസ്മിന്റെ റാബിറ്റിനെ സ്വന്തമാക്കാൻ ജിൻഡോ അവിടെ ശ്രമിച്ചു. അതുമൂലം മാസമായിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് തന്നെ ജിൻഡോ ജാസ്മിനെ പുറത്താക്കി. അതോടൊപ്പം തന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ടാസ്ക് നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരാളാണ്, ജിൻഡോ ടാസ്ക് മനസ്സിലാക്കാതെ കളിച്ച ഒരാളാണ്. എന്നാൽ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാസ്ക് മനസ്സിലാക്കിയ ആളെ മനസ്സിലാക്കാത്ത ജിൻഡോ പുറത്താക്കി എന്നുള്ളത് തന്നെ അവിടെ ഒരു മെയിൻ ഘടകം തന്നെയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചതാണ് ജിൻഡോയും ഋഷിയും നന്ദനയും ഒന്നിച്ചു പോയി ടാസ്ക് കളിക്കാൻ. ഒന്നിച്ചു പോയ സമയത്ത് ഋഷിക്കും പോയിന്റ് നിലയിൽ മുമ്പിൽ നിന്ന ആളാണ്. ആ സമയത്ത് അവിടെ ഋഷിയെ പുറത്താക്കാനായിട്ട് ജിൻഡോയ്ക്ക് കഴിഞ്ഞു. ഇവിടെ ഒരു ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് കൊണ്ടുവന്നു എങ്കിലും മൂന്ന് പേരും ഒരുമിച്ച് തന്നെ പുറത്താകേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിൽ ഇവർ മൂന്ന് പേരും അല്ലെങ്കിൽ ജിൻഡോ മാത്രം വേറെ ഒരാളെ ടാർഗറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരു 4 പേരിലും ഒന്നിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇവർ 3 പേരുടെ വേറെ 3 പേരെ ടാർഗറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ വേറെ 3 പേരുടെ ഔട്ടായി പോയതിനെയും അവർക്ക് 3 റാബിറ്റിനെ സ്വന്തമാക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ലക്കിന്റെ ഒരു കളി കൂടിയാണ്. എന്നാൽ തന്നെ കിട്ടുന്ന അവസരത്തിൽ എത്ര ആളെ പുറത്താക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഋഷിക്ക് ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഋഷി പുറത്തായി. പാവം ഗെയിം മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ജിൻഡോയ്ക്കും ആ ഗെയിമിന്റെ എങ്ങനെയാണ് ആ കുരുട്ടുബുദ്ധിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഗെയിമില് ഇത് മനസ്സിലായിട്ടില്ലെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെങ്കിൽ അവിടെ ജാസ്മിനെ പുറത്താക്കിയതിനോട് 100% ഉറപ്പിക്കുന്നത്. അവിടെ ജിൻഡോ ജാസ്മിനെ പുറത്താക്കിയത് കൊണ്ട് തന്നെ ജാസ്മിന് വല്ലാണ്ട് കെറുവാണ്. എപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ബുദ്ധിയില്ലാതെ മനസ്സിലാക്കാതെ കളിച്ചു എന്ന്. ജിൻഡോ സമ്മതിക്കുന്നുണ്ട്. ജിൻഡോ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആ ഗെയിം ഒട്ടും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ഋഷിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ വിട്ടു നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇവർ 3 പേരുടെ പോയിട്ട് കളിച്ചപ്പോൾ സംഭവിച്ചതൊന്ന് വിട്ടു നോക്കിക്കഴിഞ്ഞാൽ ഗെയിം അടിപൊളിയായിരുന്നു. നല്ല എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ തന്നെ ജിൻഡോ കളിച്ചു. അതോടൊപ്പം തന്നെ ഋഷി നല്ല രീതിയിൽ തന്നെ കളിച്ചു. അവർ രണ്ടുപേരും ആ ഗോൾഡൻ റാബിറ്റിനെ എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കട്ടയൊക്കെ എടുത്ത് ജിൻഡോയൊക്കെ എടുത്ത് എറിയുന്നത് കാണുമ്പോൾ ആ ടാസ്കിനോടുള്ള ആത്മാർത്ഥതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 3 പേരും ഒന്നിച്ച് ഔട്ടായി എന്നുള്ളത് തന്നെയാണ്. ഇവർ 3 പേരും ഒരു അണ്ടർസ്റ്റാൻഡ് ഇല്ലാതെ ആയി പോയി. ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ എടുത്തു വന്ന സമയം ഈ കട്ട എടുത്ത സമയത്ത് ഇവരുടെ തന്നെ പരസ്പരമായി പോയി. അല്ലാതെ ഒരു മാറ്റിയൊന്നും എടുത്തിരുന്നെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചേനെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.